ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഷാമീർ സുലൈമാനെ കണ്ടതും അയാൾക്ക് ഫോൺ വിളിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ താൻ ദാവൂദ് അലി ഖാന്റെ വീട്ടിലാണ് സുലൈമാൻ പറയുന്നു. ഷിബ്രയെ വിട്ടുകിട്ടാൻ വേണ്ടി അയാളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ എന്തിനാ സാർ അങ്ങോട്ട് പോയെന്നും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ ഷിബ്രയെ കണ്ടിട്ടാണ് വരുന്നതെന്നും ഷാമീർ പറയുമ്പോൾ അയാൾക്കാകെ സന്തോഷമാകുന്നു. അയാൾ ഷാമീറിനോട് നന്ദി പറയുന്നുണ്ട്. നാളെ രാവിലെ ഷിബ്രയെ ഇറക്കാമെന്നും ഇപ്പോൾ ദാവൂദ് അലി ഖാന്റെ വീട്ടിൽ നിന്നും തിരികെ പോകാനും ഷാമീർ സുലൈമാനോട് പറയുന്നു. സുലൈമാനെ കാണാൻ വേണ്ടി ഇറങ്ങി വന്ന ദാവൂദ് ഷാമീറിനെ കണ്ടതും അയാൾക്കാകെ സന്തോഷമാവുന്നു. എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു അർജന്റ് കാര്യമുണ്ടെന്നും അതിനു വേണ്ടിയാ വന്നതെന്നും ഷാമീർ പറയുമ്പോൾ തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അവർ ഉള്ളിലേക്ക് പോകുന്നു. ഷാമീർ ഉപ്പയോട് ചോദിക്കുന്നുണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നും സോഷ്യൽ മീഡിയയിൽ നമ്മളെക്കുറിച്ചും നമ്മുടെ പാർട്ടിയെക്കുറിച്ചും എന്തൊക്കെയാ വരുന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ദാവൂദ് ചോദിക്കുന്നുണ്ട് നീ ആ പെൺകുട്ടിയുടെ സൈഡാണോന്ന്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ ഉപ്പയെ രക്ഷിക്കാനാ നോക്കുന്നതെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആണ് കുറെ മീഡിയകൾ, അത് ഇലക്ഷനെ ബാധിക്കുമെന്ന് ഷാമീർ പറയുമ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ദാവൂദ് ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ബട്ട് അതിനു മുമ്പ് ആ പെൺകുട്ടിയെ റിലീസ് ചെയ്യണമെന്ന് ഷാമീർ പറയുമ്പോൾ അയാൾ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ മകനായിട്ടല്ല, പാർട്ടി ചെയർമാനായിട്ടാണ് പറയുമ്പോൾ അയാൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ശേഷം ദാവൂദിന്റെ നിർദ്ദേശമനുസരിച്ച് ഷിബ്രയെ ആ പോലീസുകാരൻ പുറത്തുവിടുന്നു. അവളെ കൊണ്ടുപോകാനായി ഷാമീറാണ് വന്നത്. ഷിബ്രയും ഷാമീറും ഇപ്പോൾ ഒരു ബീച്ചിലിരുന്ന് സംസാരിക്കുവാണ്. ഷിബ്ര ഷാമീറിനോട് താങ്ക്സ് പറയുന്നുണ്ട്. ഷാമീർ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ടെൻഷൻ ആവണ്ടെന്നും ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിലൊന്നും വരാതെ നോക്കാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ സന്തോഷമായിട്ടിരിക്കണം എന്ന് അവൻ പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട് എങ്ങനെയാ താൻ എന്നെ ജയിലിൽ നിന്ന് ഇറക്കിയതെന്ന്. അപ്പോൾ തന്നെ ഷാമീർ പറയുന്നു മുർഷിദ് സായിന്റെ പ്രാർത്ഥന കൊണ്ടാണെന്നും വീട്ടിലേക്ക് പോയാൽ നീ ഡള്ളായിരിക്കരുതെന്നും മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാവരോടും ബിഹേവ് ചെയ്യണമെന്നും ഇപ്പോൾ നടന്നതെല്ലാം മറക്കുമെന്നും പറയുമ്പോൾ അവൾ അവനെ സ്നേഹത്തോടെ നോക്കുന്നു. ശേഷം അവൻ ആ ഇൻസ്പെക്ടറിനെ തല്ലിയെന്നൊക്കെ അവളോട് തള്ളിവിടുന്നു. അവൾക്കത് മനസ്സിലാവുന്നു ചെയ്യുന്നുണ്ട്. ഷിബ്ര വീട്ടിലേക്ക് വന്നതോടെ സഫിയക്കും സുലൈമാനും സന്തോഷാവുന്നു. ഷാമീർ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഷാമീർ നേരെ പോയത് മെഹറിന്റെ അടുത്തേക്കായിരുന്നു. നന്നായിട്ട് ഒരുങ്ങി വരുന്ന അവളെ കണ്ടതും നീ എവിടേക്കെങ്കിലും പോവാണെന്ന് ചോദിക്കുമ്പോൾ എവിടേക്കും പോകുന്നില്ല, ഞാൻ നിനക്ക് വേണ്ടിയാ ഇങ്ങനെ ഒരുങ്ങിയതെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. 1 മണിക്കൂർ ടൈമേ ഉള്ളെന്നും എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാന്ന് അവൻ പറയുമ്പോൾ ഇല്ല ഇന്ന് തന്നെ എവിടേക്കും വിടില്ലെന്ന് അവൾ പറയുമ്പോൾ ഇല്ല പറ്റില്ല, ബിസിയാണെന്ന് അവൻ പറയുന്നു. ഓക്കെ, കല്യാണത്തിന് മുമ്പായോണ്ട് ഞാൻ ക്ഷമിച്ചു, ബട്ട് അതിനുശേഷം ഞാൻ സമ്മതിക്കില്ല എന്ന് അവൾ പറയുമ്പോൾ അവനൊന്നും പറയുന്നില്ല. ഇവിടെ സഫിയ സുലൈമാനോട് ചോദിക്കുന്നുണ്ട് ഷിബ്രയെ ഇങ്ങനെ ആൺകുട്ടികളെ പോലെ വിടാനാണോ പ്ലാൻ, സുക്കീനെ പോലെ അവൾക്കൊരു വിവാഹം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നല്ല പ്രപ്പോസൽ വന്നാൽ നോക്കാമെന്ന്. മെഹറിന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കുകയാണ് ഷാമീർ. മെഹറിന്റെ ഡാഡി ഹാറൂൺ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ പ്രസ് മീറ്റിൽ വിളിച്ചിട്ട് മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് ദാവൂദ് അവളോട് മാപ്പ് ചോദിക്കണമെന്ന്, അല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. ദാവൂദ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ലെന്ന് അയാൾ പറയുന്നു. അപ്പോൾ മെഹറിൻ പറയുന്നുണ്ട് പെൺകുട്ടികളായ ഇങ്ങനെ വേണം, ബ്രേവ് ഗേൾ. എന്തായിരുന്നു അവളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ഷാമീർ ഷിബ്ര എന്നാണെന്ന് പറയുന്നു. അപ്പോൾ മെഹറിൻ ചോദിക്കുന്നുണ്ട് അവളെ കുറിച്ച് നല്ലോണം റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഷമീർ പറയുന്നുണ്ട് ആവശ്യം വന്നെങ്കിലോ, അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇനി അവളോട് പ്രേമമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഷാമീർ ഒന്ന് സ്റ്റക്ക് ആവുന്നു. അപ്പോൾ മെഹറിൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന്. അപ്പോൾ ഷമീർ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു നീ സീരിയസ് ആണെന്ന്. ആ വിഷയം മാറ്റാനെന്ന പോലെ മെഹറിൻ ചോദിക്കുന്നുണ്ട് എന്തായി നിന്റെ മുർഷിദ് സായിന്റെ കാര്യം എന്ന്. അപ്പോൾ ഷാമീർ പറയുന്നുണ്ട് ഞാനല്ലേ പറഞ്ഞത് 2 മാസം കഴിഞ്ഞാൽ മുർഷിദ് സായി വരുള്ളൂ എന്ന്. ഇത് കേട്ടതും ഹാറൂൺ പറയുന്നുണ്ട് നിന്റെ മുർഷിദ് സായിന്റെ കാൽക്കുലേഷനും എന്റെ തീരുമാനങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിരിക്കണം, അതെനിക്ക് നിർബന്ധമാണെന്ന് ഒരു താക്കീതോടെ അയാൾ പറയുമ്പോൾ ഷാമീർ അതിനൊന്ന് പുഞ്ചിരിക്കുന്നു. ദാവൂദ് അലി ഖാൻ പ്രസ് മീറ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഷിബ്രയെ, എന്നാൽ അവൾ അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല. സുലൈമാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവൾ സമ്മതിക്കുന്നില്ല. ഒടുവിൽ അയാൾ ഇമോഷണലായി, അതോടെ അവൾ പോവാന്ന് സമ്മതിക്കുന്നു. സുഖേനെ വിളിച്ച് പറയുകയാണ് ഷിബ്ര തന്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം ഷാമീർ അറിയുന്നത്. അവൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഹാളിലുണ്ടായിരുന്ന അവന്റെ ഫോട്ടോ എടുത്ത് പോകുമ്പോഴേക്കും ഷിബ്ര അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ അവളെ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. സെക്രട്ടറിയോട് ഷിബ്ര അത് ആരാണെന്ന് ചോദിച്ചെങ്കിലും അയാൾ അതിന് മറുപടി കൊടുക്കാതെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴേക്കും ദാവൂദ് അങ്ങോട്ടേക്ക് വരുന്നു. നിന്റെ ഉപ്പ സുബൈദ സിക്കന്ദറിനെ നല്ലോണം ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു എന്ന് അയാൾ പറയുമ്പോൾ അതെ, ഇപ്പോഴും ആ റെസ്പെക്ട് അതുപോലെ തന്നെ ഉണ്ടെന്ന് അവൾ പറയുന്നു. വീണ്ടും അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ കുറച്ചപ്പുറത്തായുള്ള ഫോട്ടോസ് കൂടി എടുത്ത് ഷാമീർ പോകുന്നത് ദാവൂദും അയാളുടെ സെക്രട്ടറിയും കാണുന്നു. സെക്രട്ടറി അവനെ സംശയത്തോടെ നോക്കുമ്പോൾ അയാളോട് പോവാൻ അവൻ ആംഗ്യം കാണിക്കുന്നു. ദാവൂദ് അപ്പോഴേക്കും അവനെ വിളിക്കുന്നു. ദാവൂദ് അവന്റെ അടുത്തേക്ക് പോയതും അവൻ തനിക്ക് തീരെ സുഖമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും വീണ്ടും എസ്കേപ്പ് ആവുന്നു. അപ്പോഴേക്കും പ്രസ് വന്നെന്നും പറഞ്ഞ് അവരെ വിളിക്കുന്നു. അതേസമയം ഷാമീർ ഷിബ്രയെ വിളിച്ചിട്ട് പ്രശ്നമൊന്നും ആക്കണ്ട, നേരെ സന്തോഷത്തിൽ ദാവൂദ് അലി ഖാനോട് സംസാരിക്കാൻ പറയുന്നു. എന്നാൽ ഇതൊക്കെയും ആ സെക്രട്ടറി കേൾക്കുന്നുണ്ടായിരുന്നു. ഫോൺ കട്ട് ചെയ്ത ഷിബ്ര സ്ഥലമറിയാതെ ഷാമീറിന്റെ അടുത്തേക്ക് വരുന്നു. അവളെ കണ്ടതോ അവൻ തിരിഞ്ഞു നിൽക്കുന്നു. എവിടെയാ പ്രസ് മീറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവൻ സൗണ്ട് മാറ്റി കുറച്ച് ദേഷ്യത്തിൽ താഴെയാണെന്ന് പറയുമ്പോൾ
ഇതെന്ത് മനുഷ്യനാന്നുള്ള രീതിയിൽ ഷിബ്ര താഴേക്ക് പോകുന്നു. അവള് പോയതും ഒന്ന് ശ്വാസം നേരെ എടുത്ത് അവൻ ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നത് കണ്ടുകൊണ്ടാണ് വീണ്ടും ആ സെക്രട്ടറി വരുന്നത്. അയാളെ കണ്ട് ചമ്മിയ ഷാമീർ അയാളോട് വേഗം പോകാൻ പറയുന്നു. ഷാമീർ ഷിബ്ര വീട്ടിൽ വന്ന കാര്യം പറയാൻ വേണ്ടി ഉമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഷാമീർ ഉമ്മയോട് പറയുന്നുണ്ട്, അവളൊന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഇത്ര ടെൻഷനായി. അപ്പോൾ ഞാൻ എങ്ങനെ ഇതൊന്ന് ശരിയാക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ട, നീ എല്ലാ സത്യങ്ങളും അവളോട് പറയുന്നു ഉമ്മ പറയുമ്പോൾ ഷാമീർ സമ്മതിക്കുന്നു. നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പേടി ഉണ്ടാവാൻ പാടില്ല, പേടിയുണ്ടെങ്കിൽ സ്നേഹിക്കാനും പാടില്ല. അതുകൊണ്ട് നീ അവളോട് സത്യങ്ങളെല്ലാം പറയണം. ഇതേ സമയം തന്നെ ഫസൽ ബക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണ് സുഖേനയും ഷിബ്രയും. ഫസൽ ബക്ഷ് സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് സുഖേന പറയുമ്പോൾ ഷിബ്ര സമ്മതിക്കുന്നു. അപ്പോഴേക്കും സുഖേനക്ക് ഒരു കോൾ വരുന്നു. സുഹൈബാണ് വിളിച്ചതെന്നും പറഞ്ഞ് അവൾ ധൃതിയിൽ അവിടുന്ന് പോകുന്നു. ഉമ്മ പറഞ്ഞതൊക്കെയും കേട്ട് എന്തോ തീരുമാനിച്ചിരിക്കുന്ന ഷാമീറിനെയും സുഖേന പറഞ്ഞതൊക്കെ ആലോചിച്ചിരിക്കുന്ന ഷിബ്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമന്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കണ്ട.